ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് സോണ്ടസിൻ്റെ GK 350 എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിളാണ്. സോ ഈ ഒരു വണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വേൾഡ് എന്ന് പറഞ്ഞ ടീമാണ്. സോ താങ്ക് യു സോ മച്ച് മോട്ടോർ വേൾഡ് കൊച്ചി ഫോർ ഗിവ് മീ ദിസ് ബൈക്ക് ഫോർ എ റൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡ് വേണമെന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. സോ ഓഫ് കോഴ്സ് നമുക്ക് വണ്ടിയെ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്ലിക്കായിട്ടുള്ളൊരു ലുക്കാണ്. ലുക്കിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഐ എം എ ബിഗ് ഫാൻ ഓഫ് കഫേ റേസസ്. പ്ലസ് ഈ ഒരു നിയോ റെട്രോ കഫേ റേസർ ലുക്കാണ്. കുറച്ചുകൂടി ഒരു എന്താ പറയണ്ടേ, ടോട്ടൽ കഫേ റേസർ എന്നൊക്കെ പറയുമ്പോൾ കുറേ ഭയങ്കര ഓൾഡ് സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കുറച്ചുകൂടി എന്താ പറയണ്ടേ, ലുക്കുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കി കാണാൻ പറ്റും. ഒരു 5 പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓണാക്കിയിട്ടൊരു വാളിൻ്റെ അടുത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു വരയും അതിനടുക്കൊരു ഇതും പോലെ കാണും, ഒരു റൗണ്ട് പോലെ കാണും. അത്രയും ഫോക്കസ്ഡ് ആണ്. അതായത് ഇച്ചിരി കൂടി വൈഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യൂ കിട്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും മേജർ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഡ്രൈവറെ കണ്ണടിച്ചു പോകും. അത്രയും അടിപൊളി ലൈറ്റാണ്. വേറെ ഓക്സ് ലൈറ്റിനൊന്നും ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ തന്നെ ഇത് കുറച്ചുകൂടി സ്പ്രെഡ് ആണെങ്കിൽ എനിക്ക് ആ ധൈര്യത്തിൽ പറയാൻ പറ്റുമായിരുന്നു. ഈ സെഗ്മെൻറ്റിൽ തന്നെ ദ ബെസ്റ്റ് ലൈറ്റ്സ് ആണ് ഇതാണ് DRL വരുന്നത്. പിന്നെ അതേപോലെ തന്നെ 43mm USD. പിന്നെ നമ്മുടെ മോട്ടോ ജിപ്പിലൊക്കെ കാണുന്ന പോലെ ഒരു ബ്രേക്ക് റോട്ടർ കവറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ അല്ല, ഒക്കെ ഒരു റേസിംഗ് സ്പെക്കിൽ ഹൈ സ്പീഡ്. പക്ഷേ ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ലുക്സ് ഗുഡ്. ഈ വണ്ടിക്ക് അത് പക്കയായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ടയേഴ്സ് നോക്കിയാൽ അറിയാം, 120 സെക്ഷനും 160 സെക്ഷനും ടയേഴ്സൊക്കെയാണ് കിടക്കുന്നത്. സിംഗിൾ അല്ലെങ്കിൽ 100-400 cc സെഗ്മെൻറ്റിൽ നമ്മൾ ഈ ഇങ്ങനെ ഒരു ടയർ പ്രൊഫൈൽ കാണുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജേജുവാൻ്റെ കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. ഫ്ലോട്ടിംഗ് ഡിസ്കും കൂടി കേട്ടോ വരുന്നത്. ഗുഡ്. ABS ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ആ 348 cc എഞ്ചിൻ. ശരിക്കും നിങ്ങളൊരു CB300 ആരുടെയും കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ഒക്കെ ഇത് കണ്ടിട്ടില്ലേ, ഓൾമോസ്റ്റ് ഐഡൻറ്റിറ്റിക്കലാണ്. അതായത് ഇവരിപ്പം QJ മോട്ടോഴ്സ് ആയാലും അത്യാവശ്യം ഹോണ്ടയുടെ ആയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ എഞ്ചിൻ എടുത്തിട്ടാണ് പണിയണത്. കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 38.2 PS at 9500 RPM. അതേപോലെ തന്നെ 32.8 Nm ഓഫ് ടോർക്ക് at 7500 RPM ആണ്. യെസ്, പവർ ഈസ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ എക്സോസ്റ്റ് കാണാം. ക്ലീൻ ആയിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റ് കൺവേർട്ടറൊക്കെ പോണ രീതി കാണാനായിട്ട് ഒരു കുഴപ്പമില്ല. അതായത് വളരെ ക്ലീൻ ആയിട്ട് പ്ലേസ് ചെയ്തേക്കണ ഒരു എക്സോസ്റ്റാണ്. കാണാനും ഭയങ്കര, അതായത് വണ്ടിയൊക്കെ എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്തേക്കണ വണ്ടിയാണെന്ന് വെച്ചിട്ട് പിടിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ നമുക്ക് ആ സ്വിംഗാമും കാര്യങ്ങളൊക്കെ കാണാം. കുറച്ചുകൂടി ബിഗ്ഗർ ഡിസ്ക്കാണ് കൊടുത്തേക്കണം. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇവിടെ വാൾസ്റ്റം ഇവിടെ 90 ഡിഗ്രിയാണ് കൊടുത്തേക്കണം. അതായത് ഇത്രയും ബിഗറായിട്ട് വരുമ്പോൾ നമുക്ക് കാറ്റടിക്ക് ഇച്ചിരി പാടായിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള എളുപ്പത്തിനാണ് ഇത് ഇങ്ങനെ കൊടുക്കുന്നത്. ദാറ്റ്സ് എ ഗുഡ് ജോബ്. അത് I2 ഡീറ്റെയിലിംഗ് ആണ്. പുറകിലേക്ക് വന്നാൽ വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം, ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ. അതാണ് വണ്ടിയുടെ ലുക്കിൻ്റെ കാര്യങ്ങളൊക്കെ. കുറേ സംഭവങ്ങൾ ഈ വണ്ടിയിലുണ്ട്. അതായത് ഗിമ്മിക്സ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഹാൻഡി ആയിട്ടുള്ള കുറച്ച് ഗിമ്മിക്സ്, പ്രാക്ടിക്കൽ ഗിമ്മിക്സ്. ശരിക്കും പ്രാക്ടിക്കലും ഗിമ്മിക്ക് 2 വാക്കുകളോട് ഒരുമിച്ച് കിടക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം, ശരിക്കും ഇങ്ങനൊരു വണ്ടി എടുക്കുമ്പോൾ നമുക്കൊരു തേർഡ് പാർട്ടി സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ലൈക്ക് ഈ റേഡിയേറ്റർ ഗാർഡ് അല്ലെങ്കിൽ മിറേഴ്സൊക്കെ കിട്ടാൻ പാടായിരിക്കും. പക്ഷേ ഇതിന് ഓൾറെഡി റേഡിയേറ്റർ ഗാർഡ് വരുന്നുണ്ട്, ഒരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാർ ആൻഡ് മിറേഴ്സും ലിവർ പ്രൊട്ടക്ടേഴ്സും വരുന്നുണ്ട്. ലിവേഴ്സൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഇത് ലിക്വിഡ് കൂൾഡ് മാത്രമല്ല, ഇത് ഓയിൽ കൂളിംഗ് കൂടി ഉണ്ട്. ഉള്ളിലൊരു റേഡിയേറ്റർ കൂടി കണ്ട. ആൻഡ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. ശരിക്കും ഈ പ്രൈസ് പോയിൻറ്റിന് ജസ്റ്റിസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ കാലിപ്പേഴ്സൊക്കെ ജേജുവാൻ്റെ നമ്മളെ മോജോന് വന്നുകൊണ്ടിരുന്ന സാധനം. ഇറ്റ്സ് ഗുഡ്. അപ്പോൾ അതാണ് കാര്യം. ഇനി നമുക്ക് കയറി ഇരുന്നിട്ട് സംസാരിക്കാം. കാരണം മെയിൻ ചോദ്യം, ഷോർട്ട് റൈഡറിന് പറ്റുമോ? കാരണം നിങ്ങൾ ഇതിൽ സീറ്റ് ഹൈറ്റൊക്കെ കണ്ട 780mm ആണ്. പക്ഷേ എനിക്ക് ഇതിച്ചിരി സ്ലാൻഡുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ടിപ്ടോ എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് അങ്ങനെയാണുള്ളത്. ടിപ്ടോ എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 188 kilograms ആണ് ഇതിൽ വരുന്നത്. പക്ഷേ അതിൻ്റെ ഫീലൊന്നും വലിയ രീതിയിലില്ല. എർഗണോമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ റൈഡിങ് എർഗണോമിക്സ് അത്യാവശ്യം റയർ സെറ്റായിട്ടുള്ള ഒരു ഫുഡ് പാക്ക് വരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പകരം കുറച്ചൊന്നും ഒരു പൊട്ടിക്ക് ലീൻ ചെയ്തിരിക്കണം. നമുക്ക് കീസൊന്നും കാണാൻ പറ്റില്ല. കീ കാണിച്ചിട്ടുണ്ടല്ലോ. അതായത് കീലെസ് ഓപ്പറേഷനാണ്. കണ്ടില്ലേ, ഇതാണ് കീ. നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, ഇതാണ് അൺലോക്ക് ബട്ടൺ. അപ്പോൾ ഇത് അൺലോക്കായി വരും. കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാണ് സ്പീഡോമീറ്റർ, ഇത് ട്രിപ്പ്, ഇത് ഓഡോമീറ്റർ, ഇത് റേഞ്ച്, ഇത് ഫ്യൂലോമീറ്റർ, ഇത് നമ്മുടെ ടെമ്പറേച്ചർ, ഇത് ടാക്കോമീറ്റർ, ഇത് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ, നമ്മുടെ വോൾട്ടേജ്, ബാറ്ററിയുടെ വോൾട്ടേജ്, ഇത് ടൈം, പിന്നെ ABSൻ്റെ സിഗ്നലും വാണിങ്ങും അങ്ങനത്തെ സാധനങ്ങളൊക്കെ.
ഓൾമോസ്റ്റ് എല്ലാ സാധനമുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്നത് നമുക്ക് എന്താ പറയണ്ടേ മാറ്റാം. ഇപ്പോൾ ക്യാഷിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ട ആ ഒരു UI മാറി. ഇനിയിപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ മാറ്റാം. ബാക്ക് ലൈറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, യൂണിറ്റ് എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ശരിക്കും നമുക്കിതിൽ സിനിമ വരെ കാണാം. അതൊന്നും ഞാൻ കാണിക്കണില്ല. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യൂസ് ഓൺ എ മോട്ടോർ സൈക്കിൾ. അതാണ് നമ്മുടെ TPMS. അത് വേറെ വണ്ടികൾ മോട്ടോർ സൈക്കിളിൽ വരാതെ ഒരു സാധനമായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ RTR 310 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർഫേസ് ഒന്നുകൂടി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേസിലിടാം. കണ്ടില്ലേ, ഇത് എനിക്ക് ശരിക്കും സിമ്പിൾ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അതൊക്കെയാണ് ഇതിലെ മത്താപ്പ് കാര്യങ്ങൾ. കീ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ വെച്ചാൽ മാത്രം മതി. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്വിച്ച് കാണാം. ഇതാണ് നമ്മുടെ നാവിഗേഷൻ ബട്ടൺ, പിന്നെ ഇതാണ് പാസ്, ഇതാണ് ഡിമ്മ് ബ്രൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ, ഹോണ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കിൽ സ്വിച്ച്, ഈക്കോ മോഡും സ്പോർട്സ് മോഡും. അത് സ്പോർട്സ് ആയിട്ടുണ്ട്, ഇത് ഈക്കോ, ഇത് സ്പോർട്സ്. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം കാണിച്ചാൽ ഫ്യൂവൽ ഇങ്ങനെ അയച്ചെടുത്ത് കൈ പിടിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഹിഞ്ചില്ല, പക്ഷെ ഇടുമ്പോൾ അങ്ങനെ പൂട്ടിയിടണം. ആ ലോക്ക് കിട്ടും, അടച്ചു വെക്കുക. പിന്നെ അതുപോലെ തന്നെ സീറ്റ് നമുക്ക് ഇതുപോലെ ഞെക്കിയിട്ടാണ് ഊരേണ്ടത്. ഒരുപാട് സ്വിച്ചസ് ഉണ്ട്. ചോദിക്കാം ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവില്ല തന്നെ. യെസ് ദാറ്റ്സ് എ പോസിബിലിറ്റി. പക്ഷേ നമ്മൾ കംപ്ലയിൻറ്റ് വരണം ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഇത്രയും വരുന്നുണ്ട്, ഇത്രയും ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എക്സ്ഹോസ്റ്റ് നോട്ടൊന്ന് വെക്കാം. കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടാണ്. സോ ബാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് വൈസ് പറയുകയാണെങ്കിൽ, ശരിക്കും ലോ എൻഡും മിഡ് എൻഡും വണ്ടിക്കുണ്ട്. അതേപോലെ തന്നെ ടോപ്പ് എൻഡ് കയറുമ്പോഴും വണ്ടി അങ്ങനെ തളർന്നു പോകണമൊന്നുമില്ല. കണ്ടില്ലേ, ടോപ്പ് എൻഡ് സെൻട്രിക് ആണ്, ഏറ്റവും കൂടുതൽ ടോപ്പ് എൻഡിലാണ് ഉള്ളത്. ലൈക്ക് ഫാസ്റ്റർ 7000 ആ പീക്ക് ടോർക്ക് വരുന്നിടത്താണ് വണ്ടി സ്ക്രീംസ്. വണ്ടി ഈസ് ഗുഡ്. നിങ്ങൾ കണ്ടില്ലേ, 3 digits ഒന്നും കയറാൻ വണ്ടിക്ക് ഒരു മടിയില്ല. ഇറ്റ് സ്ക്രീംസ് ആൻഡ് ഇറ്റ് ഗോസ് ലൈക്ക് എ ബുള്ളറ്റ്. ഇറ്റ്സ് ഗുഡ്. അതായത് നിങ്ങളിവിടുന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങളുടെ ആ ഒരു ഇത് മാറും. അതായത് ചൈന വണ്ടിയാണല്ലോ എന്നുള്ളൊരു മൂഡ് മാറും. ഓഫ് കോഴ്സ് അത് എനിക്ക് തോന്നുന്നു നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചേക്കണം. വളരെ ചീപ്പ് നോക്ക് ഓഫ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വളരെ വിലയും കുറവായിരിക്കും. പക്ഷേ ഇത്രയും വില കൊടുത്ത് ഇത് മേടിക്കുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. അത് കോമ്പണൻസിലായാലും എല്ലാത്തിനായാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ടയേഴ്സ് ആ 120 160 എനിക്ക് തോന്നുന്നു ഭയങ്കര ആവറേജ് ടയർ, മേ ബി അവിടുത്തെ MRF പോലെ ആയിരിക്കാം. എനിവേയ്സ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്, നിങ്ങൾ വണ്ടി ഓടിച്ച് നോക്കുക. അതായത് വണ്ടി ഈസ് എ നോ നോൺസെൻസ് മോട്ടോർ സൈക്കിൾ മാൻ. ദർ ഈസ് പവർ. പിന്നെ വേറെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ റിഫൈൻമെൻ്റ് ആണ്. വണ്ടി ഈസ് അട്ടർലി റിഫൈൻഡ്. അതായത് നമ്മളൊരു 4000 5000 RPM വണ്ടി വെച്ച് ഓടിക്കുമ്പോൾ ശരിക്കും യു വോണ്ട് ഫീൽ എ ലോട്ട് ഓഫ് വൈബ്രേഷൻ. ആകെയുള്ളത് ആ ഫുട് പെഗിലെ വൈബ്രേഷനാണ്. ഫുട് പെഗിൽ ഇച്ചിരി ക്രീപ്പി ആയിട്ടുള്ള വൈബ്രേഷനാണ്. പക്ഷേ എനിക്ക് ഹാൻഡിൽ ബാറിലോ അല്ലെങ്കിൽ അപ്പർ ബോഡിയിലോ അല്ല സീറ്റിലോ ഒന്നും വലിയ രീതിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യണില്ല. എനിവേസ് അതാണ് റിഫൈൻമെൻറ്റ് കാര്യം. വണ്ടി ഈസ് റിയലി റിഫൈൻഡ് ഫോർ എ 350cc motorcycle which creates almost 38 PS and that's really impressive. ആ ഒരു കാര്യം, അതായത് ഈ എൻജിൻ മിക്കവാറും ഹോണ്ട ആ ഒരു കൺസ്ട്രക്ഷൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 300R അത് ബോർ ചെയ്തതോ അങ്ങനെ എന്തോ സെറ്റപ്പാണ് 350cc ആക്കിയതാണ്. ആ ഒരു ഫീൽ ഈ വണ്ടിക്ക് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ബാക്കി വൈബ്രേഷൻ ഈ ഫുട് പെഗിന് എനിക്ക് തോന്നുന്നു മൗണ്ടിൻ്റെ വൈബ്രേഷനാണെന്ന് തോന്നുന്നു. ആ മൗണ്ട് ചെയ്തേക്കുന്നതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്താലൊക്കെ കുറേയൊക്കെ വൈബ്രേഷൻ ഇതിൽ കാണാൻ പറ്റും. ഐ തിങ്ക് ഫുട് പെഗിൽ ആ വൈബ്രേഷൻ അടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എക്സോസ്റ്റ് നോട്ടൊക്കെ കൊള്ളാം കേട്ടോ. ആ ഒരു ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ. എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് പവർ. എപ്പോഴും വണ്ടി വലിക്കുമ്പോൾ പവർ വരുന്നുണ്ട്. വണ്ടി ഇറ്റ്സ് ഓൾവേസ് പവർ. വണ്ടിയുടെ ലുക്ക് പോലെ തന്നെയാണ് വണ്ടി. ഇച്ചിരി കാണാൻ ഇച്ചിരി സീനാണ്. നമ്മൾ എല്ലും കൊട്ടൊക്കെ വരും TFTയിൽ. ആ ഫീലൊക്കെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ പൊന്നു കേട്ടാ. അപ്പം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ പറ്റും. വേണ്ട, ആ ബുള്ളറ്റ് ചേട്ടൻ വിചാരിക്കുന്നത് റേസ് ചെയ്യാണ്. പോട്ടെ, പുള്ളി ഓട്ടെ. എനിവേസ് അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് റേസസ് ഇൻ പബ്ലിക്.
and take it to the track. So, man. Awesome. അതാണ് ഞാൻ ഇത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല, എൻ്റെ എക്സ്പെക്റ്റേഷൻ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതല്ല ഒരു സോണ്ടസിൻ്റെ മോഡൽ. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് സോണ്ടസ്. പക്ഷേ ഈ ഇത്രയും ലുക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ലുക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ വർക്കും കൊള്ളാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. യെസ്, സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ മൈ വെയിറ്റ് ഐ ഫീൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ വിൻ സിറ്റുവേഷനാണ്. നോട്ട് സോ ഹാർഡ്, നോട്ട് സോ സോഫ്റ്റ്, വലിയ കുഴപ്പമില്ല. കോർണേഴ്സിലാണെങ്കിൽ പോലും എനിക്ക് ടയേഴ്സ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ടയേഴ്സിനിടയ്ക്ക് നിന്നും ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പക്ഷേ സസ്പെൻഷൻ ഈസ് ഗുഡ്. ഒരു കറക്റ്റ് ഒരു നമ്മുടെ ഇന്ത്യൻ റോഡിന് വേണ്ടിയിട്ടാണ്. ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. സസ്പെൻഷൻ്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് സിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ വീക്കെൻഡ് ട്രിപ്സിലൊക്കെ നിങ്ങൾ ഘാട്ട് റോഡോ അങ്ങനെ പൊളിച്ചോടിക്കുന്ന മൂടൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. പക്ഷേ നിങ്ങൾ ടയറൊന്ന് മാറ്റണം. എനിക്ക് തോന്നുന്നു ഇത് മാറ്റി, പക്ഷേ ആ റിമ്മാണ് പ്രശ്നമാവുക. എനിക്കറിയില്ല ഇത് 110, 150 തന്നെ തിരിച്ചിടാൻ പറ്റും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അൺസ്പ്രിങ് വെയിറ്റ് കുറയ്ക്കാം, കുറച്ചുകൂടി ഇത് ഫ്ലിക്കബിൾ ആക്കാൻ പറ്റും. അതാണൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ 110, 150 എന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രേക്ക് കവറൊക്കെ എടുത്ത് കളയാം. വെയിറ്റ് റിഡക്ഷൻ ഓഫ് കോഴ്സ് അൺസ്പ്രിങ് വെയിറ്റ് ആണ് അതൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ചുകൂടി ഒന്ന്, പക്ഷേ അതൊക്കെ വളരെ മിനിമലായിരിക്കും. പക്ഷേ എന്നാലും അത് എഫക്റ്റീവ് ആയിരിക്കും അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് എനിക്ക് സസ്പെൻഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു, വളരെ വീൽ ബേസ് പറഞ്ഞൊരു മോട്ടോർ സൈക്കിളാണ്. ഓൾമോസ്റ്റ് സെയിം ആസ് ഡ്യൂക്ക് 390. പക്ഷേ ചെറിയൊരു കൂടുതലാണ് 390 വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇറ്റ് ഫീൽസ് നിമ്പിൾ. ഒരു കുഴപ്പമൊന്നുമില്ല. ക്വിക്കായിട്ട് നമുക്ക് ട്രാഫിക്കിൽ ഫിൽറ്റർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. ശരിക്കും ഈ വണ്ടി ഈസ് ഓൾ അബൌട്ട് ലുക്സ് ഇൻ ദി ഫസ്റ്റ് പ്ലേസ്. പെർഫോമൻസ് ആണ്. പക്ഷേ അവരിൽ ഒരുപാട് അവർ കട്ട് ഓഫും ചെയ്തിട്ടില്ല. അത് ചില നമ്മൾ ഇപ്പോൾ ഒരുപാട് QG അങ്ങനെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്. അതിലൊക്കെ 250cc ആണെങ്കിൽ പോലും പവർ വളരെ കുറവായിരിക്കും ലുക്ക് ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ഇതിൽ ആ 350cc വേണ്ടത്ര പവർ ഉണ്ട്. 38 ഓൾമോസ്റ്റ് സെയിം ആസ് ദ ഓൾഡ് ജെൻ ഡ്യൂക്ക് അല്ലെങ്കിൽ ഡൊമിനാറിനൊക്കെ അത്ര പവർ ഉണ്ട്. ഡൊമിനാറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് മച്ച് ബെറ്റർ അറ്റ് ഹാൻഡ്ലിങ്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പവറും ഡൊമിനാർ ഭയങ്കര ലിനിയർ ആയിട്ടുണ്ട്, കുറച്ചുകൂടി നല്ല ലിനിയർ ആയിട്ടുണ്ട്. ഇത് അത്രയും ലിനിയർ അല്ല, ഇത് കുറച്ചുകൂടി ഒരു ഫീൽ ഉണ്ട്. വെയിറ്റ് എനിക്ക് തോന്നുന്നു ഡൊമിനാറും ഇതൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. 10 kgs അങ്ങോട്ട്. ഇത് 188 kilograms ഉണ്ട്. ഈവൻ എന്തോ 188 ഉണ്ടെങ്കിലും നിങ്ങൾ ആ ത്രോട്ടിലിങ്ങിൻ്റെ സൗണ്ട് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ശരിക്കും ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഇറ്റ്സ് റെസ്പോൺസീവ്. അങ്ങനത്തെ ലാഗോ കാര്യങ്ങളോ ഒന്നും എവിടെയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്കിനെ പറ്റിയാണ്. ഫ്രണ്ട് ബ്രേക്ക് പോരാ. മാസ്റ്റർ സിലിണ്ടറിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവർ ടെസ്റ്റ് റൈഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഇപ്പം ഞാൻ എടുത്ത വണ്ടികൾക്കൊക്കെ ഞാൻ കാണുന്നൊരു പ്രശ്നമാണ്. ഈ ബ്രേക്ക് ഭയങ്കര ഒരു പ്രോഗ്രസീവായിട്ട് പോലത്തെ ഫീൽ. ഇനി ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഫ്രഷ് വണ്ടി ഓടിച്ച് നോക്കിയാൽ അത് മനസ്സിലാവുള്ളൂ. ഇവൻറ്റിന് വിളിച്ചായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. ഓ മാൻ, ദിസ് ഈസ് ഗുഡ്. വണ്ടി സ്പീഡ് ഗെയിൻ ചെയ്തിട്ട് കേട്ടോ. ശരിക്കും ഞാൻ നോക്കുമ്പോഴാണ് എത്ര പോകുന്നതെന്ന് മനസ്സിലാണ്. ഇറ്റ്സ് ഗുഡ്. ശരിക്കും സസ്പെൻഷനൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ട് ഓക്കെയാണ്. ഫോർ മൈ വെയിറ്റ് ഞാൻ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചിട്ട് വെയിറ്റ് മാറുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും സസ്പെൻഷൻ്റെ ആ ഒരു കംഫോർട്ട് ഫാക്ടറിൽ. കാരണം പ്രീലോഡ് മാറും, മൊത്തത്തിൽ മാറുമല്ലോ. അപ്പോൾ ഓരോ ആൾക്കാരുടെ വെയിറ്റിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വണ്ടിയുടെ കംഫോർട്ട് വരുന്നത്. അത് നമുക്ക് മാറ്റാം. പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു തന്ന കാര്യമാണ് ബ്രേക്സ് അല്ലേ. ബ്രേക്സ് ലിവേഴ്സ് രണ്ടും അഡ്ജസ്റ്റബിൾ ആണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്സ് ആർ ലൈക്ക് ഭയങ്കര പ്രോഗ്രസീവ് കണ്ടില്ല. ആ ബൈറ്റൊന്നുമില്ല, ഭയങ്കര പ്രോഗ്രസീവായിട്ടാണ് പോയി നിൽക്കണേ. ആ മാസ്റ്റർ സിലിണ്ടർ ഒന്ന് മാറ്റിക്കഴിഞ്ഞു. കാരണം ജിജുവിൻ്റെ കാലിബ്ര പേരായിട്ടിട്ട് ചൈനീയ കോപ്പാന്ന് വെച്ചാൽ മോജോനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. എനിക്കൊന്ന് ABS ഇൻട്രൂഷൻ ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു. ABSന് എന്തോ ഒരു വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അതെണ്ണോ എന്തോ ഒരു പന്തികേടുണ്ട്. പക്ഷേ ബാക്ക് ബ്രേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്ക് ബ്രേക്ക് അങ്ങനെ അത്യാവശ്യം ഒരു നല്ല ബൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഞാൻ ഇതിന് മുന്നേ പിടിച്ച വണ്ടികൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഡൊമിനാർ ഓടിച്ചതിൻ്റെ എഫക്റ്റാണ്. ആ ഡൊമിനാർ ഒട്ടും ബാക്ക് ബ്രേക്കില്ലായിരുന്നു. പക്ഷേ കമ്പയർ ടു ദാറ്റ് ദിസ് ഹാസ് ബാക്ക് ബ്രേക്ക്. നല്ല രീതിയിലൊരു ഇത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നിർത്തി കാണിക്കുക. പക്ഷേ വേണ്ട, പിള്ളേർ പട്ടിഷ ഓടുകയെന്ന് ചോദിച്ചു. ഓക്കെ, ഇവിടെ നിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്താ ബാക്ക് ബ്രേക്ക് കുറേ പിടിക്കാണ്ടായിട്ട് ഇപ്പോൾ ഫീൽസ് ഐ തിങ്ക് ബ്രേക്സ് ആർ റിയലി ഗുഡ്. പിന്നെ അടുത്ത കാര്യം ടയേഴ്സ്. ഞാൻ എടുത്തു പറയാനുള്ള ടയേഴ്സ് ആർ 120, 160 സെക്ഷൻ ടയേഴ്സാണ്.
ഫീൽസ് വിയേർഡ് ബട്ട് ഇറ്റ്സ് ഗുഡ്. ആസ്തറ്റിക്കലി ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ടയേഴ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ടയേഴ്സ് കിട്ടും. ആകെ നോക്കേണ്ട കാര്യം ഈ റിമ്മിന് ആ ടയേഴ്സ് ചേരുമെന്നുള്ളത്. നിങ്ങൾക്ക് ഡൗൺ ഗ്രേഡ് ചെയ്യണമെന്നാണെങ്കിൽ അത് പറ്റുമെന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ 120, 160 ഒക്കെ റോഡ് 6 ഒക്കെ കിട്ടും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ടയർ. അതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ 120, 160 വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ടയേഴ്സ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഗിയർ ബോക്സിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ, ഇച്ചിരി ടൈറ്റാണ്. ഓ എടുത്തിടണം. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ഹോണ്ടയുടെ ഒരു എൻജിൻ കൺസ്ട്രക്ഷൻ്റെ ഒരു ഫീൽ ഉണ്ട് എന്ന്. ആ കൺസ്ട്രക്ഷൻ്റെ ഫീലേ ഉള്ളൂ. അത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല റിഫൈൻമെൻറ്റും കാര്യങ്ങളും. പക്ഷേ ഗിയർ ഇടുമ്പോൾ അത് തോന്നില്ല. ഗിയർ ഷിഫ്റ്റും കൂടി സ്മൂത്ത് ആയിരുന്നെങ്കിൽ സെറ്റാണ്. മേ ബി അതാണ് ടച്ച് റൈഡ് വണ്ടി ആയതുകൊണ്ട് എല്ലാവരും തോന്നിയതുപോലെ ഓടിച്ചിട്ട് അത്രയും ടൈറ്റ് ആയതായിരിക്കും, ആവശ്യമില്ലാത്ത രീതിയിൽ ഗിയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എനിവേയ്സ് അതൊരു കാര്യമാണ്. പിന്നെ ക്ലച്ച് ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൈറ്റൊന്നുമല്ല. ഇറ്റ്സ് മോഡറേറ്റ്ലി ടൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല. അതാണ് വെച്ചാൽ യു ക്യാൻ ലിവ് ഇറ്റ് വിത്ത് ലൈക്ക് കൊച്ചി പോലത്തെ ഒരു സിറ്റൊക്കെ ആണെങ്കിൽ യു ക്യാൻ ലിവ് വിത്ത് ഇറ്റ്. അതാണ് ക്ലച്ച് ഫീൽഡ് കാര്യം. പിന്നെ മൈലേജ് ഒക്കെ എത്ര കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് സംവെയർ അറൗണ്ട് 25 to 30. അതാണ് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് മൈലേജ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് ഗുഡ് ടു. ഇറ്റ്സ് റിയലി ഗുഡ്. ആ ഒരു മൈലേജ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് പ്ലസ് ലുക്സിനൊക്കെ ഇറ്റ്സ് ഗുഡ്. പിന്നെ ഓഫ് കോഴ്സ് ലാസ്റ്റ് വരുന്ന ചോദ്യമാണ് ഞാൻ ഈ വണ്ടി എടുക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഇഫ് യു വാണ്ട് എ ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിൾ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇനി എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ സെയിൽസ് ആൻഡ് സർവീസ് എങ്ങനെയായിരിക്കും എന്നാണ്. അത് അത്യാവശ്യം ആൾക്കാർ വണ്ടി എടുത്തു കഴിഞ്ഞ് ഇവിടെ സെയിൽസും സർവീസൊക്കെ ഉണ്ടാവും. എല്ലാവരും പേടിച്ച് നിൽക്കുന്നുണ്ടുള്ള പ്രശ്നമാണ്. അല്ല പറഞ്ഞു, വണ്ടി വന്നാൽ ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുക്കാം. ബെൻലി ഇന്ത്യയിലാണ് നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. മോട്ടോർ വാൾട്ട്, അതായത് ബെൻലിയാണ് മോട്ടോർ വാൾട്ട് വന്നേക്കുന്നത് വിയ ബെൻലിയാണ്. സോ സർവീസൊക്കെ അവിടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രീമിയം പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്ന് ചോദിക്കണം. ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾക്കൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരണത്. അതിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞേക്കാം, താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് മോഡലുകൾ ഒടുക്കത്തെ റോഡ് പ്രസൻസ് കിട്ടോ. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഇത് നോക്കും. ഭയങ്കര നോട്ടാണ് ഇത്. വണ്ടി കാണാൻ ഇച്ചിരി പെശകുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ ബൈക്ക് ലുക്കാണ് ഈ മോട്ടോർ സൈക്കിളിന്. പക്കയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 350cc സിംഗിൾ ആണെന്നും ആരും പറയില്ല. അതാണ് ഈ വണ്ടിയുടെ ലുക്ക്. ശരിക്കും ഇത്രയും ഓടിച്ചിട്ടില്ല. ഇപ്പോഴാണ് ചെറിയൊരു വാം ഫീലിംഗ് എനിക്ക് തോന്നി. ആ ലിക്വിഡ് ആൻഡ് ഓയിൽ കൂളിംഗ് ഈസ് റിയലി ഗുഡ്. ഐ തിങ്ക് ആ സെറ്റപ്പ് കൊള്ളാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ആൻഡ് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യമുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കുക. സോ ദിസ് ഈസ് മീ വെയിറ്റ് സെയിങ്. വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദാൻ